നമ്മുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവിൻ്റെ ലാവണ്യമൊഴികൾ ഭക്ഷിച്ച് സംതൃപ്തരായി സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ജനത്തെ യേശു കർത്താവ് വീക്ഷിക്കുമ്പോൾ അവർ നന്നായി വിശന്നിരിക്കുന്നത് അറിയുവാനിടയായി തീർന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ആരുടെയെങ്കിലും കൈവശം ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുവരാനായി പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ ശിഷ്യന്മാർ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി, പട്ടണങ്ങളിൽ പോയി ആഹാരം കൊള്ളുവാനൊന്നും കഴിയയില്ല. അവരുടെ ഇടയിൽ പരിശോധിച്ചപ്പോൾ ഒരു കുഞ്ഞു പയ്യൻ അവന് ഭക്ഷിക്കുന്നതിന് വേണ്ടി 5 അപ്പവും 2 മീനും അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ സന്തോഷത്തോടുകൂടെ അന്ത്രയോസ് എന്ന ശിഷ്യന്റെ കയ്യിൽ അവൻ അതങ്ങ് ഏൽപ്പിക്കുകയാണ്. ഈ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് യേശുവിൻ്റെ കരത്തിൽ ആ ശിഷ്യൻ ഏൽപ്പിക്കുമ്പോൾ യേശു കർത്താവ് അത് കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനെ വാഴ്ത്തി നുറുക്കി അവിടെ കൂടിയിരുന്ന ജനത്തിന് ഭക്ഷിക്കുവാനായി കൊടുക്കുകയാണ്. ഈ 5 അപ്പവും 2 മീനും യേശു കർത്താവ് വാഴ്ത്തി നുറുക്കിയപ്പോൾ അത് 5000 പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഭക്ഷിച്ച് തൃപ്തരായതിന് ശേഷം 12 കുട്ട അത് മിച്ചമെടുക്കുവാനിടയായി തീർന്നു. അത്രയേറെ ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുവാനിടയായി തീർന്നു. ഈ നടന്ന അത്ഭുതത്തിൻ്റെ നടുവിൽ ഒരു വലിയ മർമ്മം എനിക്ക് നിങ്ങളോടായി പറയാനായിട്ടുണ്ട്. യേശു വർദ്ധിപ്പിച്ചു വലുതാക്കിയതായ ഈ 5 അപ്പവും 2 മീനിൽ ആ 2 മീനുകളുടെ രൂപാന്തരത്തിൻ്റെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 മത്സ്യവും ചില നാളുകൾക്ക് മുമ്പേ ഏതോ സമുദ്രത്തിലായിരുന്നേക്കാം. അനേക മീൻപിടുത്തക്കാർ വല വീശുകയാണ് ദിവസവും. ഇവിടെ നല്ല ബലവത്തായ നല്ലൊരു വലയിൽ ഈ മത്സ്യം പെട്ടു. അതിനെ ആ മീൻപിടുത്തക്കാർ പടകിൽ കയറ്റി അതിനെ ശരിക്ക് രൂപാന്തരങ്ങൾക്ക് വിധേയപ്പെടുത്തിയാണ് യേശുവിൻ്റെ കരത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സമുദ്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോട്ടിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൽ അനേക മീൻ കൂട്ടങ്ങളുണ്ട്. വലിയ മത്സ്യങ്ങളും കുഞ്ഞു മത്സ്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ മത്സ്യങ്ങൾ വലയ്ക്കകത്ത് കയറി യേശുവിൻ്റെ കരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രയോജനപ്രദമാകുകയാണ്. ആ മത്സ്യത്തിൻ്റെ ജീവിതം ഏറ്റവും അർത്ഥവത്തായി തീരുകയാണ്. എന്നാൽ ഈ മത്സ്യം സമുദ്രത്തിൽ തന്നെ ആയിരിക്കുകയാണെങ്കിൽ വലിയ മത്സ്യങ്ങളുടെ വായിൽപ്പെട്ട് അതിന് ഇരയായി തീരുകയാണ്, അത് നശിച്ചു പോവുകയാണ്. എന്നാൽ ഈ മത്സ്യങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി സുരക്ഷിതമല്ലാത്ത ശരിക്കും പൊട്ടിയതും ബലവത്തല്ലാത്തതുമായിട്ടുള്ള അനേക വലകളുമായി വളരെ ഗൗരവതയില്ലാത്ത തലത്തിൽ വല വീശുന്ന മീൻപിടുത്തക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയുള്ള കീറിയ വലകളിലൊന്നും മത്സ്യം പെട്ട് യേശുവിൻ്റെ കരത്തിലെത്തിയില്ല. കാരണം ഈ കീറിയ വലയിൽ നൂറ്റുകണക്കിന് മത്സ്യങ്ങൾ വന്ന് കയറും. പക്ഷേ ഞായറാഴ്ച ദിവസം എല്ലാ വിശ്വാസികളും യുവാക്കളും യുവതികളും എല്ലാവരും വരും. പക്ഷേ അവരുടെ ഈ ഞായറാഴ്ച കഴിയുമ്പോൾ അവർ മറ്റ് ഷാപ്പുകളിലും അവരുടെ പഴയ ജീവിതത്തിലും പഴയ കൂട്ടങ്ങളിലേക്ക് ആ സമുദ്രത്തിലേക്ക് തന്നെ വല വലിച്ച് കയറ്റുമ്പോൾ ആ പൊട്ടിയ ഭാഗത്തൂടെ ഈ മത്സ്യങ്ങളെല്ലാം വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ഈ പള്ളിയിൽ വരുന്ന കറക്റ്റ് അല്ലാത്ത ആ ഉപദേശത്തിൽ ആ നല്ല വലയിൽ കയറി പടകിൽ കയറാത്ത എല്ലാ മത്സ്യവും
അത് വെള്ളത്തിലേക്കും, അത് ഒരു കാലത്തും അത് യേശുവിൻ്റെ കരത്തിലെത്തുകയില്ല. അത് ഈ സമുദ്രത്തിൽ തന്നെ നശിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ യേശുവിൻ്റെ കരത്തിലെത്തിയ മത്സ്യം അത് പടകിൽ കയറി കഴിയുമ്പോൾ അതിന് ഒരു പിടച്ചിലുണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ സമുദ്രത്തോടുള്ള ബന്ധത്തിൽ നിന്നും അത് എന്നേക്കുമായി അതിൻ്റെ ബന്ധത്തെ അത് മാറ്റി അത് പടകിൽ വിധേയപ്പെടുകയാണ്, അത് നിശ്ചലമാകുകയാണ്. ഒരു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ആ മത്സ്യത്തിന് അവിടെ സംഭവിക്കുകയാണ്. ഇനി ഒരിക്കലും ഈ മത്സ്യത്തിൻ്റെ അതിൻ്റെ കൊമ്പുകൾ അനങ്ങില്ല, അതിൻ്റെ ഇഷ്ടാനുസരണം അതിനെ നയിക്കുന്നതായ അതിൻ്റെ ചിറകുകൾ അതിനെ അനങ്ങില്ല, അതിനെ വ്യതിചലിപ്പിക്കുന്ന, അതിനെ മുന്നോട്ടൊക്കെ സമുദ്രത്തിലൂടെ നടത്തിക്കൊടുന്ന വാലിനെ അനങ്ങില്ല, മറ്റുള്ളതിനെയൊക്കെ വേദനിപ്പിക്കുന്ന കൊമ്പ് അനങ്ങുന്നില്ല, അതിനെ പിടിച്ചാൽ കിട്ടാത്തതായ ആ ചെതുമ്പലുകൾ, വഴുവഴുപ്പ്, ഇതെല്ലാം സുവിശേഷമാകുന്ന കത്തിയിൽ കയറ്റി അതിനെ കട്ട് ചെയ്ത് ഒരു മാംസമാക്കി മാറ്റുകയാണ്. ഈ മത്സ്യമാണ് യേശുവിൻ്റെ കരത്തിലെത്തുന്നത്. ശരിക്കും ലോകവുമായിട്ടുള്ള സകല ബന്ധങ്ങളെ, പാപത്തിൻ്റെ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിട്ട് ഒരു മാംസകഷ്ണമായി മാറുമ്പോഴാണ് അതിനെ ഭക്ഷ്യയോഗ്യമായി തീരുന്നത്, യേശുവിൻ്റെ കരത്തിലെത്തുവാനായിട്ട് കഴിയുന്നത്. ഈ മത്സ്യത്തെ അതിനെ വെള്ളത്തിൽ മുഴുവനായി മുക്കി കഴുകുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തലയിൽ മാത്രം 2-3 തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കഴുകലാകുന്നില്ല. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം കുളി എന്നാണ്. ഇത് തലയല്ല. വിശുദ്ധ വേദ പുസ്തകത്തിൽ വചനത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിര് കടന്നു പോകുന്നവർക്ക് പിതാവും പുത്രനും ഇല്ല എന്നാണ് തിരുഗ്രന്ഥത്തിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈ മത്സ്യത്തെ നമ്മൾ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കി അതിനെ കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ ശരീരത്തിൽ കയറി നല്ല മസാലകൾ അതിൻ്റെ ശരീരത്തിൽ ലേപനം ചെയ്യുകയാണ്, പുരട്ടുകയാണ്, അരച്ചു പുരട്ടുകയാണ്. സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരോപകാരം തുടങ്ങിയ നല്ല മസാലകൾ, നല്ല സൗരഭ്യതയുള്ളത് അതിൽ പുരട്ടുകയാണ്. നേരത്തെ ആണെങ്കിൽ അതിനെ കൊണ്ടുവന്നപ്പോൾ അതിലൊരു ദുർഗന്ധമാണ് വമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം പുരട്ടിക്കഴിഞ്ഞപ്പോൾ അതിനൊരു നല്ല സൗരഭ്യതയുണ്ടാകുകയാണ്. അതിൻ്റെ തിളയ്ക്കുന്ന എണ്ണയിൽ, നല്ല തീയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ ഈ മസാലകളൊക്കെ തേച്ച ഈ മത്സ്യത്തെ എടുത്തിടുമ്പോൾ ഒരു പ്രത്യേക വശ്യമായ സൗരഭ്യം ആ ഭവനത്തിൻ്റെ ചുവരുകളെ ഭേദിച്ച് പുറത്തു പോവുകയാണ്. ഇന്നലെ വരെകളിലും ദേശത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദുർഗന്ധമായി, ഒരു വേദനയായി ആയ വ്യക്തി ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇത്രയും രൂപാന്തരത്തിന് വിധേയപ്പെട്ടപ്പോൾ, യേശുവിൻ്റെ വചനാധിഷ്ഠിതമായ രൂപാന്തരങ്ങൾക്ക് വിധേയപ്പെട്ടപ്പോൾ ഒരു സൗരഭ്യമായി മാറുകയാണ്. എല്ലാവരുടെ ശ്രദ്ധ അവിടെ ആയിത്തീരുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി അവിടെ രൂപപ്പെടുകയാണ്. ഈ വ്യക്തിയാണ് ആ എണ്ണയിൽ, തിളയ്ക്കുന്ന എണ്ണയിൽ വിധേയപ്പെട്ട് മുരിഞ്ഞ് നല്ല രുചികരമായ ഒരു മാംസപിണ്ഡമായി, ഒരു മത്സ്യമായി രൂപാന്തരപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തിനെ ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മ ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവനെ സകല സത്യത്തിലും പരിശുദ്ധാത്മ വഴി നടത്തും. പരിശുദ്ധാത്മ എടുത്തുകൊണ്ടുപോകും. പരിശുദ്ധാത്മ ആലോചന പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമ്മെ വിലക്കും. പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാകുന്ന ഒരു വ്യക്തിക്കാണ് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നത്.
ആ വ്യക്തിയാണ് യേശുവിൻ്റെ കരത്തിൽ തൻ്റെ അഭിഷിക്തന്മാർ സഭയാകുന്ന ആ ഒരു കൂട്ടായ്മയിലൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നത്. ആ വ്യക്തിയാണ് ഉയരുന്നത്, സ്വർഗത്തിലേക്ക് എത്തുന്നത്, യേശുവിന് ഏറ്റവും പ്രയോജനമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആയിത്തീരുന്നത്. ആ മഹത്വമേറിയ പദവിയിൽ യേശുവിൻ്റെ കരത്തിലെത്തുവാൻ പ്രിയരെ, ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധ സ്നാനം സ്വീകരിച്ച് നമുക്ക് മാതൃകയായതുപോലെ നമ്മളുടെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടുള്ളവരാണ്, അവരിൽ നിന്നാണ് നമ്മൾ പിറന്നത്. നമ്മൾ പാപം ചെയ്തിട്ടുള്ള നമുക്ക് പിതൃഭാവമുണ്ട്, കർമ്മഭാവമുണ്ട്, തൽഫലമായി നമ്മൾ നരകയോഗ്യരാണ്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്താൽ കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വെള്ളമാകുന്ന കല്ലറയിൽ നമ്മുടെ പാപ സ്വഭാവത്തെ, പഴയ മനുഷ്യനെ അടക്കി ഒരു പുതിയ വ്യക്തിയായി വെള്ളത്തിൽ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ ഒരു ഉടമ്പടിയിലൂടെയാണ് സ്വർഗത്തിൽ ജീവവസ്തുവത്തിൽ നമ്മുടെ പേര് ലിഖിതം ചെയ്യപ്പെടുന്നത്. ആ മഹത്വമേറിയ 12 വിധ രത്നങ്ങൾ കൊണ്ട് പണിതൊരുക്കുന്ന മനോഹരമായ പുതിയ യെരൂശലേമിൽ യേശുവിനോടൊത്ത് വാഴുവാൻ 1000 ആണ്ട് ഈ ഭൂമിയിലെ വാഴ്ചയിലും പുതുവാന ഭൂമിയിൽ യേശുവിനോടൊത്ത് ചേർന്ന് തൻ്റെ മണവാട്ടിയായി സന്തോഷിപ്പാൻ താങ്കൾക്കും ദൈവം തമ്പുരാൻ ഭാഗ്യം തരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തോടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.